Hello everyone, welcome to our video class section. This is a new chapter. Chapter is Transport in Plants. Transport in Plants. We know plant in the case we food prepare leaf. Leaf food plant in different body parts. That's water. Soil water collect water and plant in a different portion. So, we tissues vascular tissues xylem phloem xylem എന്ന് പറഞ്ഞാൽ അതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് യൂണിഡയറക്ഷനിലാണ് അല്ലെ ഒറ്റ വഴിക്ക് മാത്രം പോകുന്നതാണ് xylem എന്ന് പറയുന്നത് ഫ്ലോയത്തിന് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ബൈ ഡയറക്ഷനിലാണ് അല്ലെ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യേണ്ടി വരും ഇപ്പം താഴേക്ക് മേലേക്ക് അങ്ങനെയൊക്കെ ആയിട്ട് മൂവ് ചെയ്യേണ്ടി വരും കാരണം ഫ്ലോയം എന്ന് പറയുന്നത് ലീഫിന് ആ ലീഫിൽ നിന്ന് ഫുഡിനെ അല്ലേ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ മൂവ്മെന്റ് പറയുന്നതായിരിക്കും ബൈ ഡയറക്ഷനിലായിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും എവിടെ ഉണ്ടാവുക ഫ്ലോയത്തിൽ ഉണ്ടാവുക അതുപോലെ തന്നെ സൈലത്തിലുണ്ടാവുന്ന മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് യൂണി ഡയറക്ഷനിലാണ് അപ്പോൾ സൈലം ഫ്ലോ എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ സൈലം ഫ്ലോ എന്ന് പറയുന്നത് നമ്മളുടെ വാസ്കുലർ ആയിട്ടുള്ള ടിഷ്യൂസ് ആണ് അല്ലെ അപ്പോൾ ആ ടിഷ്യൂസിലേക്ക് എങ്ങനെ ഈ സൈലമായാലും ഫ്ലോയുമായാലും ആ ടിഷ്യൂസിലേക്ക് എങ്ങനെ മെറ്റീരിയൽ എത്തുന്നു അത് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നടക്കുന്നത് മൂന്ന് തരത്തിലാണ് ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓക്കെ ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുക എവിടെ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഫ്രോം ദ റീജിയൻ ഓഫ് ദ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ആ മെറ്റീരിയൽസ് മൂവ് ചെയ്യുക എങ്ങോട്ട് നമ്മുടെ ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുക അതിന് വിളിക്കുന്ന പേരാണ് എന്ത് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാഷ്യസ് മൂവ്മെന്റ് ഒക്കെ ഇല്ലേ ഗ്യാഷ്യസ് മൂവ്മെന്റ് ഒക്കെ അത് നടക്കുന്നത് ഡിഫ്യൂഷനിലൂടെ ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്യാഷ്യസിലും ലിക്വിഡ്സിലും ഒക്കെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് കോമൺ ആണ് പക്ഷെ സോളിഡ്സിൽ അങ്ങനെയല്ല ഡിഫ്യൂഷൻ ഇസ് കോമൺ ഇൻ എവിടെയാണ് ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് ഓക്കെ ആ ഡിഫ്യൂഷൻ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുക എവിടെ നിന്ന് ഹയർ കോൺസെൻട്രേഷൻസ് നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുക അല്ലെ അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ അവർക്ക് ഒരു പ്രോട്ടീൻ മെറ്റീരിയൽ ഒരു സപ്പോർട്ടായിട്ട് വേണമെന്ന് വിചാരിക്കുക ഓക്കെ അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് സെൽ മെംബ്രെയിനെ ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ ദേ നീഡ് എ സ്പെഷ്യൽ പ്രോട്ടീൻസ് സോ ദാറ്റ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ഇസ് നോൺ ആസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് എന്ന് പറഞ്ഞെങ്കിൽ സഹായിക്കുന്ന ഒരാളെന്ന് അർത്ഥം അപ്പോൾ ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീന്റെ സഹായത്തോടെയാണ് ഡിഫ്യൂഷൻ നടക്കുന്നത് that type of diffusion is known as facilitated diffusion ക്ലിയർ അപ്പൊ അത്തരത്തിലുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് ആ പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ് എന്ത് പോറിൻസ് എന്ന് വിളിക്കുന്നത് പോറിൻസ് ആണ് അത്തരത്തിലുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് സോ പോറിൻസ് എന്ന് പറഞ്ഞാൽ എന്താ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് ഓക്കെ അപ്പോൾ വാട്ടർ ചാനൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് വാട്ടർ ചാനലിൽ 8 തരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ട് ആ വാട്ടർ ചാനലിൽ കാണുന്ന പ്രോട്ടീൻസ് ആണ് എന്ത് അക്വാപോറിൻസ് വാട്ടർ ചാനലിൽ കാണുന്ന പോറിൻസ് ആണ് എന്ത് അക്വാപോറിൻസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഡിഫ്യൂഷൻ പറഞ്ഞു നമ്മൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പറഞ്ഞു ഓക്കെ നമ്മുടെ ഡയഗ്രാം വെച്ച് നമുക്ക് ഒന്നുകൂടെ നോക്കി നോക്കാം ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ കൂടുതലുള്ള സ്ഥലത്ത് നിന്നും കുറവുള്ള സ്ഥലത്തേക്ക് വരും ഇവിടെ ട്രാൻസ്പോർട്ടിന് എന്തിനോ ക്യാരിയറിന്റെ ആവശ്യമുണ്ടോ ഇല്ല അവർ സ്വന്തമായിട്ട് തന്നെ കടന്നു വരും ഇത് നമ്മളുടെ എന്താണ് ഇത് നമ്മളുടെ സെൽ മെംബ്രെയിൻ ആണ് കേട്ടോ നമുക്കറിയാം ലിപ്പിഡ് ബൈ ലെയർ ആയിട്ടുള്ള നമ്മളുടെ സെൽ മെംബ്രെയിൻ ഇനി ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് നോക്കൂ ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞെങ്കിൽ ദേ നീഡ് ഒരു കാരിയർ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ്റെ കൂടെ ആവശ്യമാണ് ഓക്കെ വിത്ത് ഹെൽപ്പ് ഓഫ് ദ കാരിയർ പ്രോട്ടീൻ ആ കാരിയർ പ്രോട്ടീന്റെ സഹായത്തോടെയാണ് മെറ്റീരിയൽസ് എന്ത് വരിക ആ സെൽ മെംബ്രെയിനെ ക്രോസ് ചെയ്യുക ആ ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ ഇസ് നോൺ ആസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അപ്പോൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാലും അത് രണ്ടും എന്താണ് പാസീവ് ട്രാൻസ്പോർട്ടാണ് പാസീവ് എന്ന് പറയുന്ന കാരണം എന്താ അവിടെ എന്താ ആവശ്യമില്ല എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ടോ ഇല്ല എനർജിയുടെ ആവശ്യമുണ്ടോ ഇല്ല അതുകൊണ്ടാണ് അവരെന്ത് വിളിക്കുന്നത് നമ്മൾ പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കുന്നത് എനർജി ആവശ്യമില്ലാത്ത പ്രോസസ്സാണ് എന്ത് പാസീവ് ട്രാൻസ്പോർട്ട് ക്ലിയർ ഇനി നോക്കി നോക്കൂ അവിടെ ഞാൻ എഴുതിണ്ടായിരുന്നു എന്താ യൂണിപോർട്ട് സിംപോർട്ട് ആന്റിപോർട്ട് എന്നൊക്കെ അല്ലേ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്താ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് എന്ത് പറയുന്നത് പോറിൻസ് എന്ന് പറയുന്നത് അവരെന്ത് ചെയ്യും നമ്മളുടെ ആ സെൽ മെംബ്രെയിനില്ലേ ആ സെൽ മെംബ്രെയിൻ മൈറ്റോകോൺട്രിയ അവിടേക്ക് എന്ത് ഹ്യൂജ് പോർസ് ഉണ്ടാക്കും ഓക്കെ ആ ഹ്യൂജ് പോർസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെറ്റീരിയൽസിനെ സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും കടന്നു പോരാണ്ട് സാധിക്കും അങ്ങനെ വാട്ടർ ചാനൽസിൽ കാണുന്ന പോറിൻസ് ആണ് എന്ത് അക്വാപോറിൻസ് അങ്ങനെ 8 ഡിഫറെന്റ് ടൈപ്സ് ഉള്ള അക്വാപോറിൻസ് പ്രസന്റ് ആണ് അടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് യൂണിപോർട്ട് സിംപോർട്ട് ആന്റിപോർട്ട് ഇതെന്താ നമുക്ക് നോക്കി നോക്കട്ടെ എന്താണ് യൂണിപോർട്ടും സിംപോർട്ടും അതുപോലെ തന്നെ ആന്റിപോർട്ടും എന്ന് വിളിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് നമ്മൾ
ഡിസ്കസ് ചെയ്യുന്നത് യൂണിപോർട്ടും സിംപോർട്ടും ആന്റിപോർട്ടും എന്താണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നോക്കി ആദ്യം നമുക്ക് സിംപോർട്ട് പറയാം. സിംപോർട്ട് പറഞ്ഞാൽ എന്താ? സിംപോർട്ട് പറയണമെങ്കിൽ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ മൂവ് ചെയ്യുക അല്ലെ, സെയിം ഡയറക്ഷനിലേക്ക്. ഇതൊരു മെറ്റീരിയൽ ആ രണ്ട് മെറ്റീരിയലും സെയിം ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, അതാണ് എന്താ പറയുന്നത്? സിംപോർട്ട് എന്ന് വിളിക്കുന്നത്. ആന്റിപോർട്ട് നോക്കിയൊക്കെ രണ്ട് ഡിഫറെന്റ് മെറ്റീരിയൽസ് അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റിലേക്കല്ലേ മൂവ് ചെയ്യുന്നത്. അങ്ങനെ ഓപ്പോസിറ്റ് മൂവ്മെന്റ് ആകുമ്പോൾ അതാണ് എന്ത് വിളിക്കുന്നത്? ആന്റിപോർട്ട് എന്ന് വിളിക്കുന്നത്. യൂണിപോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എ മോളിക്യൂൾ മൂവ്സ് അക്രോസ് ദി സെൽ മെംബ്രെയിൻ. ഒരു മോളിക്യൂൾ ആ സെൽ മെംബ്രെയിന് കടന്നു പോകുക. ഇൻഡിപെൻഡന്റ് ഓഫ് അതർ മോളിക്യൂൾ. മറ്റു മോളിക്യൂൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ കടന്നു പോകുന്നത്? അല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് കടന്നു പോകുക. അതാണ് ഇത് വിളിക്കുന്നത് യൂണിപോർട്ട്. അപ്പോൾ മൂവ്മെന്റ് പറഞ്ഞാൽ 3 തരത്തിലുണ്ട്: യൂണിപോർട്ട്, സിംപോർട്ട്, ആന്റിപോർട്ട്. സിംപോർട്ട് പറഞ്ഞെങ്കിൽ രണ്ട് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് ഒരേ ദിശയിലേക്കാണെങ്കിൽ സിംപോർട്ടും, രണ്ട് മോളിക്യൂൾ മൂവ് ചെയ്യുന്നത് ഡിഫറെന്റ് ദിശയിലേക്കാണെങ്കിൽ അത് എന്ത് വിളിച്ചു? ആന്റിപോർട്ട് എന്നും. ഈ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് മറ്റൊന്നും ഡിപ്പെൻഡ് ചെയ്യാണ്ടാണെങ്കിൽ നമ്മൾ എന്ത് വിളിച്ചു? അതിനെ യൂണിപോർട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ഇവിടെ നമുക്ക് ഒരു കാര്യം കൊണ്ട് പറയാണ്ട്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അല്ലേ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? പാസീവ് ട്രാൻസ്പോർട്ട് നമുക്ക് എന്ത് ആവശ്യമില്ല പറഞ്ഞു? എനർജി ആവശ്യമില്ല പറഞ്ഞു. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആകുമ്പോൾ നമുക്ക് എന്ത് വേണം? അവിടെ എനർജി ആവശ്യമാണ് അല്ലേ. അപ്പോൾ എനർജി വേണമെങ്കിൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുക എങ്ങനെയായിരിക്കും? ഹയറിൽ നിന്ന് ലോവറിലേക്ക് ആയിരിക്കില്ല മൂവ് ചെയ്യുക. പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് അവിടെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ചായിരിക്കും അല്ലേ. അപ്പോൾ ലോവറിൽ നിന്നായിരിക്കും എന്ത്? ഹയറിലേക്ക് മൂവ് ചെയ്യുക. അതായത് അപ്പ് ഹിൽ മൂവ്മെന്റ് എന്ന് പറയാം. അതായത് ലോവറിൽ നിന്ന് കുറവുള്ളിടത്തു നിന്നാണ് എന്താ പറയുക ആ കൂടുതലുള്ള മെറ്റീരിയലിലേക്ക് മൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ എന്ത് ആവശ്യമായിട്ട് വരും? എനർജി ആവശ്യമായിട്ട് വരും. അപ്പോൾ പാസീവ് ട്രാൻസ്പോർട്ട് പറഞ്ഞെങ്കിൽ ഡിഫ്യൂഷനും അതുപോലെ തന്നെ ഫെസിലിറ്റി ഡിഫ്യൂഷനുമാണ്. അവിടെ എന്തിൻ്റെ ആവശ്യമില്ല? എനർജി ആവശ്യമില്ല. മോളിക്യൂൾസ് മൂവ് ഫ്രം ഹയർ ടു ലോവർ ആണ്. പക്ഷേ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പറഞ്ഞാൽ എന്താവശ്യമാണ്? അവിടെ അപ്പ് ഹിൽ ട്രാൻസ്പോർട്ടാണ്. അവിടെ എന്താവശ്യമാണ്? ഒരു എനർജി ആവശ്യമാണ്. അവിടെ മെറ്റീരിയൽസ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലോവറിൽ നിന്നാണ് ഹയറിലേക്ക് മൂവ് ചെയ്യുന്നത് അല്ലെ. ലോവറിൽ നിന്ന് ഹയറിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ അവിടെ എന്താ ആവശ്യം? ഒരു ATP. നമുക്കറിയാം എനർജി എന്ന് പറയുന്നത്, എനർജി സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ATP ആണ് അല്ലേ. ATP എന്ന് പറയുന്നത് എന്താ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. എനർജിയുടെ കറൻസി എന്ന് പറയുന്നതാണ് എന്ത്? ATP. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടിൽ പറയുന്നത്. മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാന്റ് വാട്ടർ റിലേഷൻസ് ആണ്. പ്ലാന്റ് വാട്ടർ റിലേഷൻ. എപ്പോഴാണ് പ്ലാന്റിന് വാട്ടർ ആവശ്യമായിട്ട് വരിക? നമ്മളൊന്ന് ആലോചിക്കുക. എപ്പോഴാണ് നമുക്ക് എപ്പോഴാണ് വെള്ളം വേണ്ടി വരിക? നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് സ്വെറ്റായിട്ട് പോവുക, അല്ലെങ്കിൽ യൂറിനായിട്ട് പോവുക അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് വരും? നമ്മുടെ ബോഡിയിൽ വാട്ടറിൻ്റെ ആവശ്യകത കൂടി വരും. അതുപോലെ തന്നെയാണ് പ്ലാന്റ് കേസിലും. ഇപ്പോൾ ടെറസ്ട്രിയൽ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ കേസിൽ നമുക്കറിയാം ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത് എന്താ? ആ ലീഫിൻ്റെ സ്റ്റൊമാറ്റയിൽ കൂടെ വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്ത് പോകും. ആ പ്രോസസ്സാണെന്ന് പറയുന്നത് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ട്രാൻസ്പിരേഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ വാട്ടറിൻ്റെ ആ സ്കേസിറ്റി ഉണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ വാട്ടർ വലിച്ചെടുക്കാനുള്ള ആ റൂട്ടിൻ്റെ ആ ടെൻഡൻസി എന്ന് പറയുന്നത് എന്താവും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ വാട്ടറിൻ്റെ സ്കേഴ്സിറ്റി കാണുന്ന ഏരിയകളിലെ പ്ലാന്റിൻ്റെ റൂട്ട് എടുക്കുകയാണെങ്കിൽ ആ റൂട്ട് നല്ല ഡെപ്തിലേക്ക് പോയിട്ടുള്ളതായിരിക്കും. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ടർ പൊട്ടൻഷ്യലാണ്. വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ സോയിലുള്ള വാട്ടറും അതുപോലെ തന്നെ സെൽ സാമ്പിളിൽ കാണുന്ന വാട്ടറിൻ്റെയും ആ കെമിക്കൽ പൊട്ടൻഷ്യൽ ഈക്വൽ ആയിരിക്കുമോ? ഇല്ല. അപ്പോൾ ആ ഡിഫറൻസ് ഇൻ ദ കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് ദ വാട്ടർ ഇൻ എ സിസ്റ്റം ദാറ്റ് ഈസ് നോൺ ആസ് എന്താണ്? വാട്ടർ പൊട്ടൻഷ്യൽ. വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ ഉപയോഗിക്കുന്നത് സൈ എന്ന് പറയുന്ന സിമ്പിളാണ് കേട്ടോ. ഗ്രീക്ക് ലെറ്റർ ആയിട്ടുള്ള സൈ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? വാട്ടർ പൊട്ടൻഷ്യലിനെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് നമ്മൾ ആ മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കലാണ്. പ്യൂർ വാട്ടർ എടുക്കുകയാണെങ്കിൽ അതിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സൊല്യൂഷൻ ആണെങ്കിൽ അതിൽ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. പ്യൂർ വാട്ടർ ആണെങ്കിൽ അതിന് വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് ആദ്യം ചേർന്നല്ലേ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അവിടെ വരുന്ന സൊല്യൂട്ടിലെ ഡിഫറൻസ് ഇല്ലേ, ആ സൊല്യൂട്ടിലെ ഡിഫറൻസ് ആണ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രഷറിൽ വരുന്ന ചേഞ്ച് ആണെന്ന് വിളിക്കുന്നത് പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും വാട്ടർ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത്യാവശ്യമാണ്. സൊല്യൂട്ട് പൊട്ടൻഷ്യലും അതുപോലെ തന്നെ എന്താണ്? പ്രഷർ പൊട്ടൻഷ്യലും. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞു എന്ത്? വാട്ടറിൻ്റെ പ്യൂർ വാട്ടറിലാണെങ്കിൽ എന്ത് വരുന്നതാണ്? വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 0 ആയിരിക്കും അല്ലേ. ഇനി നമ്മളിനി സൊല്യൂഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കുക? അവിടെ എന്ത് സംഭവിക്കും? അവിടെ എന്ന് പറയുന്നത് വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ബേസ് ചെയ്തിരിക്കുന്നത് എന്തിനൊക്കെയാണ്? സൊല്യൂട്ട് പൊട്ടൻഷ്യലിനും അതുപോലെ തന്നെ എന്താണ്? പ്രഷർ പൊട്ടൻഷ്യൽ.
ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വാട്ടർ പൊട്ടൻഷ്യൽ റെഡ്യൂസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സൊല്യൂട്ട്. അവിടെ സൊല്യൂട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ആ സീറോ നിന്ന് കുറയൽ ചെയ്ത് അപ്പോൾ സൊല്യൂട്ട് ഉണ്ടെങ്കിൽ അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ത് വരികയാണ്, ചേഞ്ച് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റ് വാട്ടർ റിലേഷൻഷിപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയണമെങ്കിൽ അത് വാട്ടർ പൊട്ടൻഷ്യലാണ്. വാട്ടർ പൊട്ടൻഷ്യൽ എന്താ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടറിൽ വരുന്ന ചേഞ്ചുകളാണ്. ഓക്കെ, ഇനി സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആണെങ്കിൽ സൊല്യൂട്ടിലുള്ള ചേഞ്ച്, പ്രഷർ പൊട്ടൻഷ്യൽ ആണെങ്കിൽ പ്രഷറിൽ വരുന്ന ചേഞ്ച്. ഇനി വാട്ടർ പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ദ റിക്വയർഡ് എന്ത് വേണം, സൊല്യൂട്ടും വേണം, അതുപോലെ തന്നെ പ്രഷർ പൊട്ടൻഷ്യലും കൂടി വേണം. ഇനി നമ്മൾ എന്താ പറഞ്ഞത്, പ്യുവർ വാട്ടറിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതിൽ സൊല്യൂട്ട് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സൊല്യൂഷനായി മാറി അല്ലേ. അങ്ങനെ സൊല്യൂഷൻ ആകുമ്പോൾ അതിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, അത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അടുത്ത എന്താ, ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറയുന്നത് എന്താ, മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെമ്പറൈൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ അതല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പറൈൻ. സെമി പെർമിയബിൾ മെമ്പറൈൻ അതല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പറൈൻ. നമുക്കറിയാം ഒരു തിസിൽ ഫണ്ടൽ എക്സ്പെരിമെന്റ് അല്ലേ. നമ്മളൊരു ബീക്കറിൽ കുറച്ച് ഷുഗർ സൊല്യൂഷൻ എടുക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിലൊരു ഫണ്ടിൽ വെച്ചിട്ട് ഫണ്ടിൽ സൊല്യൂഷൻ വെച്ചിട്ട് ആ സൂപ്പർ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഫണലിൽ ഒരു എഗ് മെംബ്രെയിനോട് കവർ ചെയ്ത് വെക്കുക അല്ലേ. എന്നിട്ട് നമ്മൾ ആ ഫണലിൽ നമ്മൾ ആ തിസിൽ ഫണലിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ വാട്ടർ കയറി വരുന്നതാണ്. അതായത് എഗ് മെംബ്രെയിൻ എന്ന് പറഞ്ഞതാണ് നമ്മളുടെ സെമി പെർമനന്റ് മെംബ്രെയിൻ. അതിലൂടെ എന്ത് ചെയ്യുക, വാട്ടർ കയറി വരിക. അപ്പോൾ അതൊക്കെ എന്താണ്, ഓസ്മോസിസ് ആണ്. ഓസ്മോസിസ് ആണ് ഓസ്മോസിസ്. അപ്പോൾ അവിടെ ഓസ്മോസിസ് ആ ഒരു പ്രഷർ കൊടുത്തില്ലേ. അപ്പോൾ നമ്മൾ തിസിൽ ഫണലിന് മുകളിൽ എന്ത് കൊടുത്തു, പ്രഷർ കൊടുത്തു. ദാറ്റ് ഈസ് നോൺ ആസ് എന്താണ്, ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് നമ്മളവിടെ അപ്ലൈ ചെയ്തൊരു പ്രഷറാണ്. അതിനനുസരിച്ചാണ് വാട്ടർ എന്ത് ചെയ്ത് മൂവ് ചെയ്തത്. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താ, മൂവ്മെന്റ് ഓഫ് വാട്ടർ ഫ്രം ദ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ നമ്മുടെ ടിപ്പിക്കൽ റൂട്ട് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നതാണ് ഒരു ഓസ്മോട്ടിക് സിസ്റ്റമാണ്. ഓക്കെ, സോയിൽ നിന്ന് വാട്ടർ വലിച്ചെടുത്ത് മേലേക്ക് പോവല്ലേ. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്, അവിടെ ഒരു ഓസ്മോട്ടിക് സിസ്റ്റമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, ടിപ്പിക്കൽ റൂട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം പ്രഷർ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതലാണ് വയ്ക്കുക. ഓക്കെ, അതെവിടെ അപ്ലൈ ചെയ്യുക, ഇഫ് എ പ്രഷർ ഗ്രേറ്റർ ദാൻ ദ ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് ഇസ് അപ്ലൈഡ് ടു ദ ഓസ്മോട്ടിക് സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, ദെൻ ദ വാട്ടർ വിൽ മൂവ് ഔട്ട് ഓഫ് ദ സൊല്യൂഷൻ. സൊല്യൂഷനിൽ നിന്ന് വാട്ടർ തിരിച്ചു വരിക അല്ലെ. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്, റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അത് എവിടെ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സലൈൻ വാട്ടറിൽ നിന്ന് സോൾട്ട് ഇല്ലേ, സലൈൻ വാട്ടറിൽ നിന്ന് സോൾട്ട് നമ്മൾ റിമൂവ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, റിവേഴ്സ് ഓസ്മോസിസ് ഉപയോഗിക്കുക. റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താ, pressure is greater than the osmotic pressure and it applied on the osmotic system, then the water will move out of the solution. ആ സൊല്യൂഷനിൽ നിന്ന് വാട്ടർ എങ്ങോട്ട് പോവുക, തിരിച്ച് അല്ലെ, സൊല്യൂഷനിൽ നിന്ന് വാട്ടർ തിരിച്ചു വരിക. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റിവേഴ്സ് ഓസ്മോസിസ്. ഓക്കെ, ഇനി അതിൽ 3 കണ്ടീഷൻസ് ഉണ്ട്, ഹൈപ്പോട്ടോണിക്, ഹൈപ്പർട്ടോണിക്, ഐസോട്ടോണിക്. നമുക്കൊരു ഫിഗർ കണ്ടിട്ട് നോക്കി നോക്കാം, അതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ആദ്യത്തെ എന്താ, ഹൈപ്പർ ടോണിക്. ഹൈപ്പർ ടോണിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പുറമേയുള്ള സൊല്യൂഷനിൽ അത് കോൺസെൻട്രേറ്റഡ് ആണ്. ഓക്കെ, അങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയ സൊല്യൂഷനിലേക്ക് ഞാനൊരു സെല്ലിട്ട് വെച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും, ആ എൻ്റെ സെല്ല് എന്ത് ചെയ്തു, ഷ്രിങ്ക് ചെയ്യുക, ചുരുങ്ങി പോവുക. ഞാനൊരു മാങ്ങ ഉപ്പിടത്തിട്ട് വെച്ചു നിൽക്കാം അല്ലേ, ആ സോൾട്ട് വെള്ളം ഇട്ടുവെച്ച് വാട്ടറിൽ ഇട്ട് വെച്ചപ്പോൾ ആ കോൺസ്റ്റന്റ് സൊല്യൂഷൻ ഇട്ട് വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു, എൻ്റെ മാങ്ങയ്ക്ക് എന്ത് സംഭവിച്ചത്, ഷ്രിങ്ക് ചെയ്തു അല്ലേ. അതിൽ നിന്നും വാട്ടർ എടുത്ത് വന്നു, ആ മാങ്ങയുടെ ഉള്ളിലത്തെ സെല്ലിൽ നിന്നും വാട്ടർ എടുക്കുക വന്നു, പുറമേക്ക് വന്നു. അപ്പോൾ അവിടെ എന്തായി, ഷ്രിങ്കേജ് സംഭവിച്ചു. ദാറ്റ് ഈസ് നോൺ ആസ് ഹൈപ്പർ ടോണിക്. ഹൈപ്പർ ടോണിക്. ഇപ്പം ഞാൻ ആ മാങ്ങ ഇട്ട് വെച്ചത് ഞാനൊരു പ്യൂറായിട്ട് വാട്ടറിലാണ്. അപ്പോൾ എന്തുണ്ടാവണത്, അപ്പോൾ ആ ഉള്ളിലേക്ക് എടുക്കുന്ന വാട്ടറിൻ്റെ എമൗണ്ടും തിരിച്ചു വരുന്ന വാട്ടറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഈക്വലാണ്. ഇവിടെ നോക്കി നോക്ക്, വാട്ടർ പുറത്തേക്ക് വരുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താ, ഉള്ളിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും ഈക്വൽ എമൗണ്ട് ആണെങ്കിൽ അവിടെ എന്ന് പറയുന്നത് ഫ്ലാസിഡ് കണ്ടീഷനാണ്. അതിൻ്റെ സൈസ് അല്ലെങ്കിൽ ഷേപ്പ് എന്ന് പറയുന്നത് എന്താ, അവിടെ മെയിൻറ്റെയിൻ ചെയ്യും അല്ലേ. അതിന് വിളിക്കുന്ന പേര് എന്താണ്, ഫ്ലാസിഡ്. സോ ഐസോട്ടോണിക് സൊല്യൂഷനിലായിരിക്കുമ്പോൾ അതേ മെയിൻറ്റെയിൻ ഫ്ലാസിഡ് കണ്ടീഷൻ. ഇൻ ഐസോട്ടോണിക് സൊല്യൂഷൻ ദേ മെയിൻറ്റെയിൻ ഫ്ലാസിഡ് കണ്ടീഷൻ. ക്ലിയർ ആയോ, ഐസോട്ടോണിക്കിലാകുമ്പോൾ ഫ്ലാസിഡ്. ഇനി എന്താ നമ്മളത് ഹൈപ്പോട്ടോണിക് അല്ലേ. ഹൈപ്പോട്ടോണിക്കിലാകുമ്പോൾ എന്ത് സംഭവിക്കുക, ഹൈപ്പോട്ടോണിക്കിലാകുമ്പോൾ ഞാനിപ്പോൾ കടല വെള്ളത്തിലോട്ട് വയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, അതെന്ത് ചെയ്യും, ആ കടല വെള്ളത്തിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടലേക്ക് അകത്തേക്ക് എന്ത് ചെയ്യും, വെള്ളം കയറും അല്ലേ. വെള്ളം കയറുമ്പോൾ എന്ത് ചെയ്യും, അത് വീർത്ത് വരും. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചത്, അവിടെ എന്താണ് സംഭവിച്ചത്, നമ്മൾ പറയാം അടുത്ത ടർജിഡായി, അത് വീർത്തു വന്നു അല്ലേ. അപ്പോൾ ഹൈപ്പോലാണെങ്കിൽ ടർജിഡിറ്റിയും
ഹൈപ്പറിലാണെങ്കിൽ ഷ്രിങ്കേജും ഐസോട്ടോണിക്കിലാണെങ്കിൽ എന്ത് സംഭവിക്കുക, ഫ്ലാസിഡ് കണ്ടീഷനാണ് സംഭവിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഓസ്മോസിസിൽ നോക്കാനുള്ളത്. ഇനി ഓസ്മോസിസിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താ, വാട്ടറിനെ സോയിൽ നിന്ന് വാട്ടറിനെ അബ്സോർബ് ചെയ്യുക, പിന്നെ അതിനെ സെൽ ടു സെൽ മൂവ്മെന്റിനൊക്കെ സഹായിക്കുക എന്നുള്ളതാണ് എന്ത് ഓസ്മോസിസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ടർജിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ടർജിഡിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടർഗർ പ്രഷർ എന്നൊക്കെ പറയുന്നത് സെല്ലിന്റെ എൻലാർജ്മെന്റിനും അതുപോലെ തന്നെ ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത് ടർജിഡിറ്റിയും അതുപോലെ തന്നെ ടർഗർ പ്രഷർ എന്ന് പറയുന്നത്. അത് നമ്മൾ ഹെർബേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഇല്ലേ, ഈ ഹെർബേഷ്യസ് പ്ലാന്റിനൊക്കെ എന്ത് കൊടുക്കുന്നു, ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നതാണ് എന്ത് നമ്മളുടെ ടർജിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ടർജിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റൊമാറ്റോയുടെ ഓപ്പണിങ്ങിനും ക്ലോസിങ്ങിനൊക്കെ എന്താ ആവശ്യമാണ്, ടർജിഡിറ്റി ആവശ്യമാണ്. സോ ടർജിഡിറ്റി ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിൻ സെൽ എൻലാർജ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊവൈഡ് മെക്കാനിക്കൽ സപ്പോർട്ട് ഇൻ ഹെർബേഷ്യസ് പ്ലാന്റ്സ്. ഓക്കെ, നമ്മുടെ സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് ഒക്കെ സംഭവിക്കുന്നത് ഗാർഡ് സെൽസിന്റെ ടർജിഡിറ്റി മൂലമാണ്. ടർജിഡിറ്റി പറഞ്ഞാൽ എന്താ, വാട്ടർ ഉള്ളിലേക്ക് കയറുക. ഇനി പ്ലാസ്മോ ലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്ലാസ്മ എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെ, ലൈസിസ് എന്ന് പറഞ്ഞെങ്കിൽ അതിൽ വരുന്ന മാറ്റം അതെന്താ പറയുക, വിഡ്രോവൽ ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് ഫ്രം ദ സെൽ വോൾ. പ്രോട്ടോപ്ലാസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് ഹൈപ്പറിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, ഷ്രിങ്ക് ചെയ്യുന്ന പറഞ്ഞു അല്ലേ, അതൊരു തരത്തിലുള്ള എന്താണ് ഷ്രിങ്ക് ചെയ്യാന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പ്ലാസ്മോലൈസിസ് ആണ്. അതിന്റെ പ്ലാസ്മ മെംബ്രെയിനിൽ വരുന്ന ആ മാറ്റം അല്ലെ, ആ പ്ലാസ്മ മെംബ്രെയിനിൽ വരുന്ന അല്ലെങ്കിൽ ആ സെൽ വോളിന്റെ ഉള്ളിലെ പ്രോട്ടോപ്ലാസ്റ്റ് അല്ലേ, അതിൽ വരുന്ന ചേഞ്ച് ആണ് എന്ത് വിളിക്കുന്നത്, പ്ലാസ്മോലൈസിസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഇംബൈബിഷൻ. ഇംബൈബിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇംബൈബിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു അത് ഇംബൈബിഷൻ എന്ന് പറഞ്ഞെങ്കിൽ അഡ്സോർപ്ഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ടു ദ ഡ്രൈ ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ്. അഡ്സോർപ്ഷൻ ആണ് കേട്ടോ, അഡ്സോർപ്ഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് to the dry hydrophilic colloids is known as imbibition. ഓക്കെ, അപ്പൊ ഇംബൈബിഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് സീഡ് ജെർമിനേഷൻ, അതുപോലെ തന്നെ ആ സീഡ് ജെർമിനേഷനിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇംബൈബിഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. ക്ലിയർ ആണോ? പിന്നെ നമ്മുടെ സ്വെല്ലിങ്, ഫുഡൊക്കെ സ്മെല്ല് ചെയ്യുക, പിന്നെ എന്താ സീഡൊക്കെ സ്മെല്ല് ചെയ്യുന്നതൊക്കെ എന്താണ്, വാട്ടർ എത്തുമ്പോൾ നമ്മൾ സ്പോഞ്ച് വെള്ളത്തിൽ ചെയ്യാൻ സംഭവിക്കുക, സ്പോഞ്ച് ഒന്ന് വീർക്കും അല്ലെ, അതൊരു തരത്തിലുള്ള എന്താണ് ഇംബൈബിഷൻ ആണ്. അഡ്സോർപ്ഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ടു ദ ഡ്രൈ ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ്. അപ്പൊ നമ്മളുടെ സ്വെല്ലിംഗ് ഓഫ് വുഡും അതുപോലെ തന്നെ സ്വെല്ലിംഗ് ഓഫ് സീഡ് എന്നൊക്കെ പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്, ഇംബൈബിഷനുള്ള എക്സാമ്പിളുകളാണ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മളുടെ ചിത്രം കാണിച്ചു തന്നതാണ് നേരത്തെ. ഇനി നമുക്ക് നോക്കാനുള്ളത് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ. ഈ വാട്ടറിന് നമ്മൾ നമ്മുടെ റൂട്ട്, സോയിൽ നിന്ന് നമ്മുടെ റൂട്ട് നമ്മൾ വാട്ടറിനെ കളക്ട് ചെയ്തു അല്ലെ, അങ്ങനെ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പ്രോസസ് എന്താ, അതിന് കുറച്ച് ഡ്രോപ്പ് വഴിയാണോ കൊണ്ടുപോവുക, അല്ല, സൈലം എന്ത് ചെയ്യും, സൈലം വെസൽസ് എന്ത് ചെയ്യുന്നു, ആ ഒരു ബൾക്ക് ഫ്ലോ അതല്ലെങ്കിൽ മാസ് ഫ്ലോ ആയിട്ടായിരിക്കും വാട്ടറിനെയും മിനറൽസിനെയും അതുപോലെ തന്നെ ഫുഡും ഒക്കെ ക്യാരി ചെയ്യുക അല്ലെ. അപ്പൊ മാസ് ഫ്ലോ ഇസ് ദ മൂവ്മെന്റ് ഓഫ് സബ്സ്റ്റൻസസ് ഇൻ ബൾക്ക് ഫ്രം വൺ പോയിന്റ് ടു അനദർ. അപ്പൊ അതിന് സഹായിക്കുന്നത് എന്തായിരിക്കും, പ്രഷർ ഡിഫറൻസസുകളാണ്. ഇപ്പൊ റൂട്ടിൽ നിന്ന് വലിച്ചെടുത്ത പ്രഷറും ആ മേലേക്ക് കൊണ്ടുപോകുന്ന പ്രഷറും അല്ലെ, ആ പ്രഷറിൽ വരുന്ന ഡിഫറൻസസ് ആണ് ഈ മെറ്റീരിയലിനെ ബൾക്കായിട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത്. വാട്ടറിന്റെ കേസിലായാലും ഇൻ കേസ് ഫുഡിന്റെ കേസിലായാലും. സോ ദാറ്റ് ഈസ് നോൺ ആസ് മാസ് ഫ്ലോ അതല്ലെങ്കിൽ ബൾക്ക് ഫ്ലോ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു നമ്മുടെ ഫ്ലോയിലൂടെ ഫുഡ് കൊണ്ടുപോകുന്ന പ്രോസസ്സാണ് എന്ത്, ട്രാൻസ്ലൊക്കേഷൻ. ആ ബൾക്ക് മൂവ്മെന്റിൽ നമ്മൾ ഫുഡാണ് എത്തിക്കുന്നതെങ്കിൽ അതിന് വിളിക്കുന്ന പേരെന്താണ്, ട്രാൻസ്ലൊക്കേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്, എന്തൊക്കെ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഏതൊക്കെയാണ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, ഫെസിലിറ്റേറ്റർ, ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, പിന്നെ നമ്മൾ ഓസ്മോസിസ് പറഞ്ഞു. ആ ഓസ്മോസിസിൽ നമ്മൾ എന്ത് പറഞ്ഞു, കുറച്ച് ടൈപ്പ് ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താന്ന് പറഞ്ഞു, നമ്മൾ എന്താ ഡിസ്കസ് ചെയ്ത് ആ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടിനെ മാസ് ഫ്ലോ അല്ലെങ്കിൽ ബൾക്ക് ഫ്ലോ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് കണ്ടക്റ്റീവ് ടിഷ്യൂസിലൂടെയുള്ള പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് അല്ലെ, സബ്സ്റ്റൻസിന്റെ മൂവ്മെന്റ്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ ഐ ആം എൻഡിങ് മൈ പോർഷൻ. താങ്ക് യു.